കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ക്രൂരത അത് നമ്മൾ കണ്ടയാണ്. 5 പ്രതികളാണ് ഉള്ളത്. 6 കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച റാഗിംഗ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഏറ്റുമാനൂർ കോടതിയിൽ ഈ അന്വേഷണ സംഘം ഇന്നിപ്പോൾ കുറ്റപത്രം നൽകുന്നുണ്ട്. പ്രതികൾ അറസ്റ്റിലായ 45-ാം ദിവസത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതും. ഗോകുൽ രമേശൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായിട്ട്. ഗോകുൽ, ഞാൻ പറഞ്ഞതുപോലെ 5 പ്രതികളാണ്. എനിക്ക് തോന്നുന്നു അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു കേസ് കൂടിയാണ് തോന്നുന്നു. ഈ പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു കേസ്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗോകുൽ? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസ് അവരുടെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയത്. പ്രത്യേകിച്ച് ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ട് കൂടിയാവാം ഇത്ര വേഗത്തിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പോകുന്നത്. ഈ കുറ്റപത്രത്തിൽ പ്രധാനമായിട്ടും പോലീസ് നിർണായകമായിട്ടുള്ള പല പരാമർശങ്ങളും നടത്തിയിരുന്നു. അതായത് ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ് കൊടും ക്രൂരത തന്നെയാണ് എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇന്ന് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണ സംഘം ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേരെ 5 പ്രതികൾ ചേർന്ന് തുടർച്ചയായിട്ട് ഉപദ്രവിച്ചുവെന്നും നവംബർ മാസം മുതൽ 4 മാസം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പ്രതികളുടെ ഭാഗത്തു നിന്നും ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഒപ്പം ഇരകളായവർ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഒപ്പം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയും പ്രതികൾ ആഘോഷിച്ചുവെന്നും റാഗിംഗ് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഇരകളെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഒപ്പം മാതൃ സേവനത്തിന് മാതൃകയാകേണ്ടവർ ആണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം ചെയ്തത് എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രതികളായ വിദ്യാർത്ഥികളിൽ നിന്നും മാരകമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ കൈവശം നിന്നും കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തിന് പണം കണ്ടെത്തിയത് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ, ഇരകളായിട്ടുള്ള ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം പിടിച്ചെടുത്താണ് ഇവർ ലഹരി വാങ്ങിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ഉപദ്രവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ. അത് ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെളിവായിട്ട് മാറിയെന്നും പോലീസ് പറയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി, ഇരകളായിട്ടുള്ള 6 വിദ്യാർത്ഥികളിൽ 5 വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇത് പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റു പ്രതികളുടെ ഫോണുകളിൽ നിന്നൊക്കെ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം എഴുതി ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് പോകുന്നത്. ഈ കേസിൽ 40ഓളം സാക്ഷികൾ ഉണ്ടായിരുന്നു. 32ഓളം രേഖകളും പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി ഗോകുൽ, ഈ 6 ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസ് 5 പ്രതികളാണ് ഇതിലുള്ളത്. കഴിഞ്ഞ 45 ദിവസമായിട്ട് ഇവര് ജയിലിലുമാണ്. ഗോകുൽ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ഈ വന്ന ദൃശ്യങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, അവരാണ് ഇത്തരത്തിൽ, അതായത് മനുഷ്യനെ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ. നമ്മൾ അത്രമേൽ വിശ്വസിച്ചാണ് അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആതുര സേവന രംഗത്തുള്ള ആളുകളാണ് ഇത്തരത്തിൽ അതിക്രൂരമായ റാഗിങ്ങുകളൊക്കെ നടത്തി ഒരു കുട്ടികളൊക്കെ മൃതപ്രായരാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. ഇതൊക്കെ ഈ കുട്ടികൾക്കൊക്കെ മാതൃകാപരമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ അല്ലേ?